ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് മന്ത്ലി മാർച്ച് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഐ എം സോറി, കുറച്ചൊരു ഡിലേ ഉണ്ടായി. നിങ്ങളുടെ റീഡിങ്സ് പുറത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. എൻ്റെ ഹെൽത്തിൽ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയേ. പക്ഷേ ഇപ്പോൾ തൊട്ടിട്ട് ഞാൻ കുറച്ചുകൂടിയും ഒരു കൺസിസ്റ്റൻറ്റ് ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കാപ്രിക്കോൺ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റ് എനർജി എന്താണെന്ന് നമ്മൾക്ക് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർച്ച് മെസ്സേജസ് നോക്കാം. അപ്പോൾ പാസ്റ്റ് എനർജിയിൽ കാപ്രിക്കോണിന് കിങ് ഓഫ് സോഡ്സ് ആണ്, അക്വേറിയസ് എനർജിയാണ് ഇത്. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ എന്താണ്? കറണ്ട് എനർജിയിൽ 9 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജിയിൽ മൂൺ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് മാർച്ച് മാസത്തിൻ്റെ എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ചാലഞ്ച്. അഡ്വൈസ്, നിങ്ങൾക്ക് അഡ്വൈസ് ആണ് സൺ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ എന്താണ്? അറിയാത്ത എന്താ നിങ്ങളുടെ അടുത്ത് വരാൻ പോണേ? അറിയാത്ത കാര്യം ഫൂൾ, ഏരീസ് എനർജി. നിങ്ങളുടെ ഔട്ട്കം എന്താണ്? മാർച്ച് മാസത്തിൻ്റെ ഔട്ട്കം 10 ഓഫ് wands. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? 4 ഓഫ് wands. അപ്പോൾ കാപ്രിക്കോൺ, ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി 4 ഓഫ് wands ആണ്. ഇതൊരു നല്ല പോസിറ്റീവ് കാർഡാണ്. കുറേ ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. കുറേ ഒരു പോസിറ്റീവ് ഇവൻറ്റ്സ് നടക്കാൻ പോണ എനർജിയാണ്. ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ അടുക്കെ ചില ആൾക്കാർ മേ ബി ഈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഫോർമലൈസ് ചെയ്യും. മേ ബി നിങ്ങൾ കല്യാണം കഴിക്കാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവും, ഓർ എൽസ് പ്രപ്പോസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവും. അതല്ലാച്ചാൽ മേ ബി നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടാവും. അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് വേയിൽ ഈ മാസം ഒരു പ്രോഗ്രസ് ഉണ്ടാവും. അപ്പോൾ ഓവറോൾ എനർജി കുറേ പോസിറ്റീവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പാസ്റ്റിൽ ഞാൻ കാണുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്, അക്വേറിയസ് എനർജി. ഇതൊരു കുറേ ഒരു ഡിറ്റാച്ച്ഡ് പേഴ്സൻ്റെ എനർജിയാണ്. കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ് കിങ് ഓഫ് സോഡ്സ്. ഈ പേഴ്സൺ അവരുടെ ഇമോഷൻസ് കാണിക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക റൊമാൻറ്റിക്കലി. അതല്ലച്ചാൽ ഈ പേഴ്സൺ ഒരു ലോയർ ഇല്ലച്ചാൽ ഒരു കൗൺസിലറുടെ എനർജി ആയിരിക്കാം. മേ ബി ഒരു കൗൺസിലറുടെ ജോലി ആയിരിക്കാം, ഇല്ലച്ചാൽ ലോയറുടെ ജോലി ആയിരിക്കാം. അങ്ങനത്തെ ആൾക്കാരും ഒരു പ്രൊഫഷണൽ മാതിരി ബിഹേവിയറാണ് അവരുടെ ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അത്ര ഹിൻറ്റ്സ് കിട്ടില്ല. ഈ പേഴ്സൺ എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീൽ ചെയ്യണത്, എന്താ ഫീൽ ചെയ്യാത്തത് ഒന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ 9 ഓഫ് സോഡ്സ് ഇവിടെ കറണ്ട് എനർജിയാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ച് സ്ട്രെസ്ഡ് ആണ്. കുറേ ഓവർ തിങ്കിങ് ഉണ്ട്, കുറേ സ്ട്രെസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സൺ എന്താണ് എക്സാക്ട്ലി അവരുടെ മനസ്സിലില്ലെന്ന്. കുറേ ആങ്സൈറ്റി ഞാൻ കാണുന്നുണ്ട്, കുറേ സ്ട്രെസ്സ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ശരിക്കും രാത്രി ഉറക്കമില്ല, അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കാം. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് മൂന്നാണ്. ഇത് ക്യാൻസർ പൈസീസ് എനർജിയാണ് ഇവിടെ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ചില ഫിയേഴ്സ് ഉണ്ട്, ചില പേടിയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അതൊക്കെ ചിലപ്പോൾ അഗ്രിവേറ്റ് ആവും. ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ അത് ഒരു ഇല്യൂഷൻസിൻ്റെ എനർജിയാണ് മൂൺ. ക്യാൻസർ പൈസീസ് എനർജിയാണ്. എന്തോ ഒളിപ്പിക്കണ മാതിരി. മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ഒളിപ്പിക്കുന്നുണ്ടാവും, ഓർ എൽസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇത് ഈ പേഴ്സൺ എന്തോ ക്ലിയർ ആയിട്ട്
നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യൂല, നിങ്ങളുടെ കൂടെ കാര്യങ്ങൾ സംസാരിക്കൂല, എക്സ്പ്രസ് ചെയ്യൂല, അങ്ങനത്തെയൊക്കെ ഫീലിങ്സ് ആയിരിക്കാം ഇവിടെ കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു നല്ല സമയം വരാൻ പോണ എനർജിയാണ്. ആക്ച്വലി വീൽ ഓഫ് ഫോർച്യൂൺ ചാലഞ്ച് പൊസിഷനിൽ നല്ല കാർഡാണ്. നിങ്ങളുടെ സമയം ചേഞ്ച് ആവുന്നുണ്ട്. ആ സമയം ചേഞ്ച് ആവണ ഇൻഡിക്കേഷനാണ് വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം വരാൻ പോകുന്നുണ്ട്, പക്ഷെ അതിന് നിങ്ങൾക്ക് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം, ട്രസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ശരിയാവും, ഇതൊരു ഫേസാണ്, ഇതൊക്കെ ഒരു ടെമ്പററി സിറ്റുവേഷനാണ്. ആ ട്രസ്റ്റ് ഉണ്ടായാൽ കാര്യങ്ങൾ സ്മൂത്തായി മുമ്പോട്ട് പോകും. സണ്ണാണ് നിങ്ങൾക്ക് അഡ്വൈസ്. അപ്പോൾ പറയണ മാതിരി യൂണിവേഴ്സ് പറയണു നിങ്ങളോട് പോസിറ്റീവായിരിക്കുക, പോസിറ്റീവ് മെൻറ്റാലിറ്റി വയ്ക്കുക, പോസിറ്റീവ് അപ്രോച്ച് വയ്ക്കുക, എല്ലാം ശരിയാവും. ലിയോ എനർജിയാണ് സ്ട്രെങ്ത്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് പോസിറ്റീവായിരിക്കാനാണ് പറയണത്. ഇവിടെ ഫൂൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിഡൻ ഫാക്ടറിലുണ്ട്. ഇത് ഏരീസ് എനർജിയാണ്. അപ്പം ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 10 of Wands ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ 10 of Wands ഇവിടെ ഒരു ബേർഡൻ്റെ എനർജിയാണ്. പക്ഷേ ഈ ബേർഡൻ എൻഡ് ആവാൻ പോകുന്നുണ്ട് വെരി സൂൺ. ഈ ഡിഫിക്കൾട്ട് സമയം തീരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ വരാൻ പോകുന്ന സമയം പോസിറ്റീവാണ്. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. അപ്പോൾ ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇതെന്താണെന്ന്. ഈ 4 of Wands ഞാൻ പറഞ്ഞ മാതിരി ഒരു സെലിബ്രേഷൻ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ. മാർച്ചിൽ ഈ കിങ് ഓഫ് സോർഡ്സ് എന്താണ്? ക്യാൻസർ എനർജിയാണ്, ചാരിയറ്റ്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് ഡിറ്റാച്ച്ഡ് ആയിരുന്നു വെച്ചാൽ ഇപ്പോൾ അവർ നിങ്ങളുടെ ഡിറക്ഷനിലാണ് വരാൻ പോണേ. വെരി ക്വിക്ക്ലി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കൊരു ഓഫർ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്, പക്ഷേ ഈ ഓഫർ വെരി സൂൺ വരാൻ പോകുന്നുണ്ട്. കുറേ സ്റ്റേബിൾ ഓഫറാണ് ഇത്. 9 of Cups ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ സീക്രറ്റ്ലി നിങ്ങൾ ഡിസയർ ചെയ്യണതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ അത് നല്ല കാർഡാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ചാലഞ്ച്. നിങ്ങളുടെ ലോ സെൽഫ് എസ്റ്റീം കാരണം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂല അത് കാര്യങ്ങൾ ശരിയാവും എന്ന്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് കുറച്ചുകൂടി ട്രസ്റ്റ് വയ്ക്കുക, എന്നുവെച്ചാൽ എല്ലാം കാര്യം ശരിയാവും. ഇത് പേടിക്കാനൊന്നുമില്ല, റിജക്ഷൻ ഇല്ല കാർഡാണ് ഇത്. പക്ഷേ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഇല്ല ഫിയേഴ്സ് ആണ് ആക്ച്വലി കാണുന്നത്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ ഒരു പ്രപ്പോസൽ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു പേഴ്സൺ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓർ എൽസ് വെരി സൂൺ നിങ്ങൾ ഒരു വെരി ഹാപ്പി റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഫൂൾ എനർജി എന്താണ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങും വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് ഇത്. ഒരു ടോറസ് വെർഗോ കാപ്രിക്കോണിൻ്റെ സൈഡിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണ എല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടിയും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങൾ ഡിസേർവ് ചെയ്യണതെല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിന് കുറച്ച് പേഷ്യൻ്റ്ലി മാർച്ച് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് കാപ്രിക്കോൺ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. പക്ഷെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പിൽ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ അയച്ചു തരും. ചാറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Take care and all the best.